ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആണവ കേന്ദ്രങ്ങളല്ല. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ ഇതിനകം തന്നെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ അതീവ സങ്കീർണമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം വെറും ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിലുപരി ഇറാനിലെ ഭരണകൂടത്തെ അടിമുടി മാറ്റിമറിക്കാനുള്ള ഒരു വൻപിച്ച രഹസ്യ പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഉദ്ധരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ പരമോന്നത നേതൃ സംവിധാനത്തെ തകർത്തതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹ്മദിനെജാദിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഇപ്പോൾ ആഗോള രാഷ്ട്രീയ വേദിയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ആസൂത്രണം ചെയ്ത ഈ രഹസ്യ നീക്കം വെറും സൈനിക ആക്രമണമല്ലായിരുന്നു. ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒരേ സമയം തകർക്കുകയും ആഭ്യന്തര ഭരണ സംവിധാനം തകർന്നു വീഴുന്ന തരത്തിൽ രാജ്യത്തെ കലാപാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്നതായിരുന്നു അതിന്റെ അടിസ്ഥാനം. ആ സാഹചര്യത്തിൽ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് പകരം ഒരു പുതിയ അധികാര കേന്ദ്രം ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടതെന്ന് ആരോപണം. പൊതുവേദികളിൽ അമേരിക്കൻ ഭരണകൂടം ആവർത്തിച്ചു പറഞ്ഞത് ഇറാന്റെ ആണവവും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും നശിപ്പിക്കുക എന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു. എന്നാൽ അതിനപ്പുറം വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ രൂപരേഖ ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം. വർഷങ്ങളോളം പശ്ചിമ ലോകത്തിന്റെ കണ്ണിൽ അതീവ വിവാദ നേതാവായിരുന്ന മഹ്മൂദ് പകരം ശക്തിയായി ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന സൂചനകൾ അതീവ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടുകയാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഇറാനെ നടുക്കിയിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ രാഷ്ട്രീയ മത അധികാരത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന ഖമേനിയുടെ മരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥിരതയെ തകർക്കുമെന്നായിരുന്നു അമേരിക്ക ഇസ്രായേൽ കണക്കുകൂട്ടൽ. രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും ഭരണകൂട സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ കനത്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ മുഴുവൻ പുകയും ആശങ്കയും നിറഞ്ഞ അവസ്ഥയിലായി. 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതോടെ രാജ്യത്തൊരു രാഷ്ട്രീയ ശൂന്യത രൂപപ്പെടുമെന്ന് വിദേശ ആസൂത്രകർ പ്രതീക്ഷിച്ചു. ഈ മുഴുവൻ സംഭവ വികാസങ്ങളും ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആധുനിക യുദ്ധങ്ങൾ ഇനി വെറും മിസൈലുകളുടെയോ ബോംബുകളുടെയോ ഏറ്റുമുട്ടൽ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ മനഃശാസ്ത്രത്തെയും ആഭ്യന്തര അധികാര ഘടനയും ലക്ഷ്യമിട്ട് നടത്തുന്ന ബഹുമുഖ രഹസ്യ പ്രവർത്തനങ്ങളാണ് പുതിയ യുദ്ധരീതിയുടെ അടിസ്ഥാനം. ഇറാനിൽ അത് പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ ഭാവി സംഘർഷങ്ങൾ എത്ര അപകടകരമായ തലത്തിലേക്ക് നീങ്ങാമെന്നതിന് ഈ സംഭവ വികാസങ്ങൾ ഒരു മുന്നറിയിപ്പായി മാറുകയാണ്. അതേസമയം ഈ റിപ്പോർട്ടുകളിലെ പല ആരോപണങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇസ്രായേലും ഭരണമാറ്റ ശ്രമം നടത്തിയെന്ന ആരോപണം തള്ളിക്കളയുമ്പോൾ യുദ്ധത്തിന്റെ ലക്ഷ്യം ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക മാത്രമായിരുന്നുവെന്നാണ് അവർ ആവർത്തിക്കുന്നത്. എന്നിരുന്നാലും പുറത്തുവരുന്ന വിവരങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രഹസ്യ ശക്തിപ്പോരിന്റെ വലിപ്പം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.